ഇന്നൊരു അടാർ ഐറ്റം ഉണ്ടാക്കിയാലോ? റെസിപ്പിയുടെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്താണ് റെസിപ്പിയുടെ പേരെന്നല്ലേ? KGF. അതിന്റെ പേര് അയ്യോ അതല്ലായിരുന്നല്ലോ, സോറി, BDF. അതായിരുന്നു. BDF ഉണ്ടാക്കാനുള്ള മെയിൻ ഐറ്റമാണ് ദേ ബീഫ്. ബീഫ് ഇല്ലാണ്ട് BDF ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. വീണ്ടും നിങ്ങളോ? വൃത്തിയാക്കിയ ബീഫില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് വെൽ. ഇനി ഒരു കുക്കർ എടുത്ത് ബീഫിൽ രണ്ടിനെ അതിനകത്തോട്ട് ചരിച്ച് കിടത്താം. ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോണം, പറഞ്ഞില്ലാന്ന് വേണ്ട. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബീഫ് മുങ്ങിച്ചാകാൻ കണക്കിനുള്ള വെള്ളമൊന്നും വേണ്ട, ഇച്ചിരി മതി. കുക്കർ വയ്ക്കുമ്പോൾ വേണ്ട ഈ കിടുതാപ്പി വയ്ക്കാൻ മറക്കരുത്. അവസാനം ബീഫ് എല്ലാം കൂടെ കരിഞ്ഞു വരിഞ്ഞിരിക്കും. ആരോ പറഞ്ഞാലും മുതുക്ക് ബീഫ് ആണെങ്കിൽ 6 വിസിലും അല്ലെങ്കിൽ ഒരു 4 വിസിലും മതി. 6 വിസിൽ കഴിയുമ്പോൾ കുക്കർ തുറന്നിട്ട് വെന്താലും എന്തെങ്കിലും എടുത്താലും ഗ്യാസ് തീരും. ഇനി മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന സുന്ദര കുട്ടപ്പന്മാരായ ബീഫിനെ നന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ആക്രാന്തം കൂടിയ കൈ പൊള്ളി പപ്പടം പോലെ ആവും. നശിച്ച കൊതുകൂടി രാവിലെങ്കിലും കിടന്നു ഉറങ്ങിക്കൂടെന്നാണ്. ഇനി മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് പരുവായിരിക്കുന്ന ബീഫിനെ നീളത്തിൽ മുറിച്ചെടുക്കാം. ഇവിടത്തെ പിച്ചാത്തേക്ക് ഒരു കാര്യത്തിൽ മൂർച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് ബീഫിന് കട്ടി കൂടിയിട്ടാണാവോ? ഈ ബീഫൊക്കെ ജീവിച്ചിരുന്നപ്പോ എന്താണാവോ കലക്കി കൊടുത്തോണ്ടിരുന്നത് ഇത്രയും മാത്രം കട്ടി വരാൻ? ഇനി ബീഫ് ഫ്രൈയുടെ മസാലയിൽ ഒരു മുട്ടയും കോൺഫ്ലവറും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം മസാലയിൽ മുക്കിയെടുക്കാം. ഇനി ഞാൻ കാണാതെ അമ്മ മാറ്റി വെച്ചിരുന്ന വെളിച്ചെണ്ണ എടുത്ത് ചൂടായ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. എന്റെ കണ്ണിപ്പെടാത്ത ഒരു ലോക്കർ ഈ വീട്ടിലോ. ഇനി ചതച്ച വെളുത്തുള്ളി, വാകേറിയ പച്ചമുളക്, ഈർത്തെടുത്ത കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മസാലയിൽ കുളിച്ച് സുന്ദരിയായിരിക്കുന്ന ബീഫിനെ കൂടെ വാരി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ല തിളച്ച എണ്ണയിൽ കിടന്ന ബീഫ് അങ്ങോട്ട് കരിമുരാന്ന് പൊരിഞ്ഞു കിട്ടട്ടെ. പൊരിഞ്ഞു കിട്ട അടുപ്പിയിരിക്കുന്നത് പൊരിയാണോ ബീഫ് അല്ലേന്ന് അമ്മ. ഒന്നാമത് എനിക്ക് കണ്ണ് കണ്ടൂടാ, അതിന്റെ കൂടെ പുകയും കൂടെ. നീളത്തിൽ കട്ട് ചെയ്തിട്ട് ബീഫ് ഇപ്പൊ നീളത്തിലാണോ വട്ടത്തിലാണോ എന്ന് അറിയാൻ വയ്യാതെ നന്നായിട്ട് കരിമുര ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് തിളച്ച എണ്ണയിൽ കിടന്ന കരിക്കട്ടെയാവും. അതുകൊണ്ട് നമുക്ക് കോരി മാറ്റാം. ബീഫ് ചില്ലി BDF എന്നൊക്കെ അറിയപ്പെടുന്ന അടാർ ഐറ്റം തയ്യാറായിട്ടുണ്ട്. ഇത് കഴിക്കുന്ന വായിൽ 1-2 പല്ലുള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ആവശ്യമില്ലാതെ ഇതെന്നെടുത്ത് കഴിച്ചേക്കരുത്, അവസാനം ഉള്ള പല്ലും കൂടെ പറഞ്ഞു പോകും. എന്തായാലും സംഭവം കിടിലാണ് കേട്ടോ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ടാറ്റാ.